ഇപ്പത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. എന്താ യോഗ്യത? ഈ കപ്പലിൽ കുലുകില്ല സാർ. നല്ല പ്രസംഗൻ. ആ പ്രസംഗത്തിനുള്ള സമ്മാനാണ്. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. ഒരു കുന്തും അറിയില്ല. ഇങ്ങനെ ഷോ കളിച്ച് വാചോടാപം നടത്തി ഈ മുഖ്യമന്ത്രിയെ സ്തുതി പറഞ്ഞ് നടക്കാമെന്നല്ലാതെ ആരോഗ്യ വകുപ്പിന് ഇപ്പൊ കേരളത്തിന്റെ തെരുവില് പൊതുജനാരോഗ്യം, ആ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന 14 മെഡിക്കൽ കോളേജ് ഉണ്ട് 14 ജില്ലകളിൽ. അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? നിങ്ങളൊന്ന് പോയി നോക്ക്. എന്ത് മാറ്റമാണ് മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഒന്നുമില്ല. ചെയ്യേണ്ട കേസുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് വെച്ച് നമ്മൾ ചെയ്യേണ്ട ഉപകരണം, ആ കേസുകൾ നമ്മൾ ഇന്നലെ മാറ്റിവെക്കുകയായിരുന്നു. ഉപകരണം ഇല്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചിട്ട് മറ്റ് കേസുകളാണ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് IP നമ്പറിന്റെ ക്രമം അതേ ക്രമപ്രകാരമാണ് ചെയ്യുന്നത്. അതായത് മറികടന്ന് ഒരാളിനെ പോലും ഓപ്പറേഷൻ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അത് ചെയ്യാത്തതിന്റെ ഈ വന്നിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഇതിനകത്ത് എമർജൻസി ആയിട്ടുള്ള കേസുകളുണ്ട്, വളരെ പെയിൻ ഉള്ള പേഷ്യൻസ് ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരെ മാറ്റിവെച്ച് ഇന്നലെ മാറ്റിവെച്ചു. ഇനി മാറ്റിവെച്ചിട്ട് അടുത്തത് ഇനിയും ചൊവ്വാഴ്ചയാണ് അടുത്ത ഓപ്പറേഷൻ തിയേറ്റർ. അന്നത്തേക്ക് ഇത് വരുമെന്നൊരു യാതൊരു ഉറപ്പുമില്ല.